പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് അങ്ങയുടെ വലിയ കരുണയും അങ്ങയുടെ വലിയ സ്നേഹവും സ്വന്തമാക്കിയെടുക്കുവാൻ കർത്താവെ, ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൽ അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, 10ാമത്തെ ദിവസം ഞങ്ങളെ അവിടുന്ന് വലിയ കൃപകൾ കൊണ്ട് നിറച്ച് ഞങ്ങളുടെ മേലുള്ള എല്ലാ ശിക്ഷയും പിൻവലിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ വലിയ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ അങ്ങയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അല്ല കർത്താവെ, അങ്ങയിലേക്ക് ഞങ്ങളെ തിരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയിലേക്ക് തിരിയുവാൻ, അങ്ങയിലേക്ക് ഓടി അണയുവാൻ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചതുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത്. അങ്ങ് തന്നെ പറഞ്ഞില്ലേ, എന്റെ പിതാവിനാൽ ആകർഷിക്കാതെ നിങ്ങൾക്ക് ആർക്കും എന്റെ അരികിലേക്ക് വരാൻ പറ്റില്ല. ഈശോയെ, ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത്, ഞങ്ങളെ അങ്ങയിലേക്ക് ആകർഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അതിനുള്ള മനസ്സ് അങ്ങാണ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അവരെല്ലാവരും അങ്ങയിലേക്ക് ഓടി അണയുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അങ്ങയുടെ കരുണ സ്വീകരിക്കുവാൻ, എളിമപ്പെടുവാൻ, അനുദപിക്കാൻ എല്ലാവരും അങ്ങയിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ കർത്താവെ. ഞങ്ങളുടെ വലിയ കരുണയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്രമിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അവസ്ഥകളെ നോക്കി കാണണമേ. ദാനിയേലിനോട് ചേർന്ന് ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ മക്കളെ. കർത്താവെ, ശ്രമിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങളെ നോക്കി കാണണമേ. കർത്താവ്, അങ്ങയുടെ മക്കളെ സമർപ്പിക്കുന്നു. മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിക്കണമേ. കർത്താവെ, ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും ക്ഷമിച്ച് അങ്ങ് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ദയനീയമായ അവസ്ഥകളെ അങ്ങ് നോക്കി കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ, ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ, രോഗത്തിന്റെ അവസ്ഥ, സാമ്പത്തിക തകർച്ചകള്, വെടിറ്റുപോയ മക്കള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം തോറ്റിയെടുക്കുന്ന മക്കള്, നിരാശപ്പെട്ടു പോയ മക്കള്, ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി അപ്പനെ വിട്ട്, അമ്മേനെ വിട്ട്, സഭ വിട്ട്, അങ്ങയെ തന്നെ വിട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കള്, സ്വയേ അങ്ങ് കാണണമേ, അങ്ങ് ഇടപെടണമേ. ഇവിടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 5-ാം അധ്യായത്തില് ദൈവത്തോട് മത്സരിച്ച ദൈവത്തിന്റെ മക്കൾ. 9-ാം അധ്യായത്തിന് 9-ാമത്തെ വചനം നാം വായിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്, എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ദൈവത്തോട് മത്സരിക്കുന്ന മക്കൾ, കാരുണ്യവും എല്ലാ അനുഗ്രഹവും നമുക്ക് നൽകുന്ന കർത്താവിനോട് മത്സരിച്ചു. അച്ഛൻ ചിലപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട്, നമ്മുടെ ഒത്തിരി മക്കള് ദൈവത്തോടുള്ള ദേഷ്യം, ദൈവത്തോട് മത്സരിച്ച് ദൈവം വേണ്ടെന്ന് പറഞ്ഞു പള്ളി പോവില്ല, ഉദാശകൾ സ്വീകരിക്കില്ല, പ്രാർത്ഥിക്കില്ല, വചനം വായിക്കത്തില്ല, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു തലം. ഇവിടെ വരെ ദൈവത്തോട് മത്സരിക്കണതിനാ ഈ ദൈവം, ഈ കർത്താവ് നമ്മോട് എന്ത് ചെയ്തിട്ടാ മക്കളെ? നമുക്ക് തരാല്ലേ ചെയ്തോളൂ, എല്ലാം നൽകി, തന്നെ തന്നെ തന്നു. ഈശോ ഒരു കാര്യം ഓർക്കണം മക്കളെ, ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് സമ്പത്തോ രോഗശാന്തിയോ മറ്റു ആനുകൂല്യങ്ങളൊന്നുമല്ല. അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം എന്താണ് ഈശോ തന്നെ? ഈശോയെ തന്നെ തന്നു. ഈശോയെ തന്നെ തന്നപ്പോ ആ ഈശോയെ നമ്മൾ സ്വീകരിക്കണ്ടേ? നമ്മൾ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന, ഈശോ തരുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കുന്നു. അത് ഈശോയുടെ വലിയ വേദന. ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിഷേധിക്കുന്നത് എന്തിനെന്നറിയോ? നമ്മൾ യഥാർത്ഥമായ ദൈവദാനത്തെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അത് ഈശോയാണ്. ആ ഈശോയെ സ്വീകരിച്ചാൽ പിന്നെ ഈശോടൊപ്പം നമുക്ക് എല്ലാം കിട്ടും. ഈശോടൊപ്പം നമുക്ക് സമ്പത്ത്, ജോലി, ആരോഗ്യം, സൗഖ്യം, വിടുതല് എല്ലാം കിട്ടും.
പക്ഷെ ഈശോയെ കിട്ടാതെ എന്തൊക്കെ കിട്ടിയാലും അതാണ് ഈശോ പറഞ്ഞേ, ലോകം മുഴുവൻ നേടി ആത്മാവ് നഷ്ടപ്പെട്ടു. ആത്മാവ് അനുഗ്രഹിക്കപ്പെടുന്നത്, സൗഖ്യം പ്രാപിക്കുന്നത്, സമാധാനം പ്രാപിക്കുന്നത് ഈശോയെ കിട്ടുമ്പോഴാണ്. അപ്പൊ ആത്മാവിന് ഈശോയെ കിട്ടാതെ ഈ ലോകത്തില് എന്തൊക്കെ കിട്ടിയാലും നമ്മുടെ നാശമുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈശോ വേണ്ടാന്ന് പറയുമ്പോ നമ്മൾ ഓർക്കണം, അത് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു വന്നാൽ ഈശോ നമുക്ക് വേണ്ടത് ഈശോയിലൂടെ എല്ലാം തരാം. ഈശോ എല്ലാം ഈശോയിലൂടെ തരാൻ ആഗ്രഹിക്കുന്നത് ഈശോ. അതുകൊണ്ട് ഈ ഈശോയോട് മത്സരിക്കുന്ന അതാണ് പറഞ്ഞ നിന്റെ കൂടെ നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിന്നെ സ്വന്തമാക്കി ജീവിക്കാൻ പറ്റിയിട്ട് നിന്നോട് മത്സരിച്ചു. നമ്മൾ അനുദപിക്കണം മക്കളെ, മാപ്പ് ചോദിക്കണം. എന്നിട്ട് 11-ാമത്തെ വചനത്തില് ഈ ദാനിയേൽ പറയുന്നുണ്ട്, എന്റെ അനന്തര ഫലമായിട്ട് ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മളത് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവചന ഭാഗത്തില് ചൊരിയപ്പെടുന്ന ശാപം, ശിക്ഷ, ഒരു 58 വചനങ്ങളുണ്ട് ശാപത്തിന്റെ ശിക്ഷയുടെ ഒക്കെ. ഇവിടെ മക്കളെ അത് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളൊക്കെ അധ്യായം വായിക്കുന്നത് നല്ലതാ. നിയമാവർത്തനം 28 അനുഗ്രഹങ്ങൾ, ശിക്ഷകൾ, അതൊക്കെ ചൊരിയപ്പെടും. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇസ്രായേൽ ജനം. അവിടെയാണ് ഈ ദാനിയേൽ പ്രവാചകൻ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത്. തന്റെ ജനത്തിനു വേണ്ടി, തന്റെ അവസ്ഥയ്ക്ക് വേണ്ടി, തന്റെ ദേശത്തിനു വേണ്ടി, ദേവാലയത്തിനു വേണ്ടി, പരിത്യജിക്കപ്പെട്ട് കിടക്കുന്ന ജെറൂസലേമിനെ വേണ്ടി കണ്ണീരോടെ ഈ 21 ദിവസം നോമ്പ് നോക്കി ഉപവാസം പ്രാർത്ഥിച്ച് തന്റെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളും ആ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിലാണല്ലോ മക്കളെ. ഈ അവസ്ഥകൾക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച്, നമ്മുടെ കുടുംബത്തെ പരിശോധിച്ച്, നമ്മുടെ മക്കളെ പരിശോധിച്ച് കർത്താവിന്റെ സന്നിധിയില് അതിശക്തമായ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് സന്നിധിയിലേക്ക് എളിമപ്പെടാം. നമ്മൾ തന്നെ പരിപൂർണമായിട്ട് കർത്താവിലേക്ക് സമർപ്പിക്കാം. ദാനിയേലിനെ പോലെ ജനത്തിന്റെ പാപത്തെ ഓർത്ത്, ദേശത്തിന്റെ പാപത്തെ ഓർത്ത്, മക്കളുടെ പാപങ്ങളോർത്ത്, നമ്മുടെ തന്നെ പാപങ്ങളോർത്ത് മാപ്പ് ചോദിച്ച് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോ, ഞങ്ങളുടെ മക്കളിലേക്ക് നോക്കുമ്പോ അങ്ങയോട് മത്സരിക്കുന്ന മക്കളായി പോയി ഞങ്ങൾ പലപ്പോഴും. എന്തിന്റെയൊക്കെയോ പേരില് അതുപോലെ അറിയില്ല കർത്താവേ, ഏതോ പൈശാചിക ശക്തികള്, ഏതോ ലോകത്തിന്റെ അരൂപികള്, ഏതോ കൂട്ടുകെട്ടിന്റെ അരൂപികള്, ഏതോ വശീകരണ ശക്തികള് ഞങ്ങൾ അങ്ങിൽ നകറ്റി, ഞങ്ങളുടെ മക്കളെ അങ്ങിൽ നകറ്റി. അങ്ങ് ഞങ്ങൾക്ക് സ്നേഹവും കരുണയുമേ തന്നിട്ടുള്ളൂ. അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും ഗ്രഹിക്കാതെ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. കർത്താവ്, ഞങ്ങളോട്, ഞങ്ങളുടെ മക്കളോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാരമ്പര്യത്തോട് കരുണയായിരിക്കണമേ. കർത്താവ്, ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുന്നു. അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ തിരിയുന്നു. അങ്ങേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ കർത്താവേ. അങ്ങെല്ലാം തരുന്ന കർത്താവാണ്. അങ്ങയെ തന്നെ തന്ന് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന കർത്താവാണ്. ആ സ്നേഹവും കരുണയും എത്രയോ വലുതാണ് ഈശോ. ആ സ്നേഹത്തിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം മക്കളെ. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും ആ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു, ആ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തിയും അങ്ങയുടെ സ്നേഹവും ചൊരിഞ്ഞ് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട്, ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇടപെടണമേ. ദാനിയേലിനോട് ചേർന്ന്, ഉപവാസ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങളുടെ ഉപവാസവും, ഞങ്ങളുടെ നോമ്പും, ഞങ്ങളുടെ പ്രായശ്ചിത്തങ്ങളും, ഞങ്ങളുടെ കണ്ണുനീരും, ഞങ്ങളുടെ വിലാപങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മാലാഖമാരെ അയക്കണമേ, വിശുദ്ധരെ അയക്കണമേ. പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ സെവിക്കണമേ. ഞങ്ങളെ കാണണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദം സ്വീകരിക്കേണ്ട മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, എന്നെയും ഈ മക്കളെയും കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.